ഒരുപാട് വിസ്മയങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശനും ഹൈക്കമാൻഡായ കെ.സി. വേണുഗോപാലും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്കത് ബോധ്യം വരുന്ന തരത്തിലല്ല സംഗതികളുടെ പോക്ക്. കാരണം ഈ വിസ്മയം എന്ന് പറഞ്ഞിട്ട് ഇവർ അവതരിപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ എസ് സുരേഷ്, അച്യുതാനന്ദൻ്റെ കൂടെ നടന്ന ആള്, പിന്നെ ഈ പ്രേംകുമാർ എന്ന് പറഞ്ഞ നാടാർ എന്നുള്ള നിലയ്ക്ക് 2-3 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടംകാരനാണ്, കാട്ടാക്കടയിലോ എവിടെയെങ്കിലുമൊക്കെ നിർത്തും, കരയിലോ, അരുവിക്കര, കാട്ടാക്കട, കഴക്കൂട്ടം തുടങ്ങി എവിടെയെങ്കിലും പരിഗണിക്കാവുന്ന ഒരു നാടാരെ ഇവർ പ്രേംകുമാറിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ജയൻ ചേർത്തല എന്ന് പറഞ്ഞ് സിനിമയിൽ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള CPIയുടെ അവരുടെ സാംസ്കാരിക വിഭാഗമൊക്കെ കൊണ്ടു നടന്നിരുന്ന ജയൻ ചേർത്തല എന്ന് പറഞ്ഞൊരാള് കോൺഗ്രസിൽ വരുന്നു. നമ്മൾ ഇത്തരം ആളുകളൊക്കെയാണ് കോൺഗ്രസിൽ വരുന്നതാണ് വിസ്മയം എങ്കിൽ ഈ കോൺഗ്രസ് ജയിക്കും എന്ന് പല ആളുകളും വിശ്വസിക്കുന്നത് നടക്കുമോ? രണ്ടാമത്തെ കാര്യം, മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു മൊത്തത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഇതിൻ്റെ അകത്തൊക്കെ പടലപ്പിണക്കാണ് കോൺഗ്രസിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ ജയിക്കും. ഇങ്ങനത്തെ ഈ പ്രേംകുമാർ, സുരേഷ് ഇത്യാദികൾ വരുന്നത് കൊണ്ട് മണിശങ്കർ അയ്യർക്ക് തോന്നിയതായിരിക്കുമോ അത്? അപ്പോൾ എന്താണ് ഈ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം ആളുകൾ വന്നിട്ട് കോൺഗ്രസിനെ ജയത്തിലേക്ക് നയിക്കും എന്ന് പിയേഴ്സൺ കരുതുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് എന്തിനാണ് സുരേഷ്, അതേപോലെ പ്രേംകുമാർ, പിന്നെ ജയൻ, ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവുന്നില്ല. കെ ശശി അടുത്ത കക്ഷി, അത് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ പിന്നെ അത് മാറ്റിവെക്കാം. കാരണം ശശി വന്നാൽ ശശിക്ക് എതിരെ കേരളം ചിന്തിച്ചതാണ്. കാരണം അയാൾ പെണ്ണുപിടിയനാണ് എന്നും പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് നിലയിൽ. അപ്പോൾ അയാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതാണോ കോൺഗ്രസിന്റെ വിസ്മയം എന്നുള്ളത് കോൺഗ്രസ് കരുതിയിട്ടുണ്ടാവും. മാങ്കൂട്ടത്തിനെ വെച്ച് നോക്കുമ്പോ നിർദോഷിയാണെന്ന് കരുതിയിട്ടുണ്ട്. അത് ശരിയാണ്. മാങ്കൂട്ടത്തിനേക്കാൾ പാർട്ടി കമ്മീഷൻ നോക്കുമ്പോ കയറി പിടിച്ചിട്ടൊന്നുമില്ല, അശ്ലീലം പറഞ്ഞതേ ഉള്ളൂ എന്നല്ലേ AK ബാലനും PK ശ്രീമതി അടങ്ങിയ കമ്മീഷൻ കണ്ടെത്തിയത്. സോഫ്റ്റ് പീഡനമാണ് അത്. അതുകൊണ്ട് വേണമെങ്കിൽ പരിഗണിക്കാം. മാത്രമല്ല, മാങ്കൂട്ടത്തിനെ പോലെ കീറിപ്പറക്കുകയും മാന്തുകയും ചെയ്യുന്നില്ല. ഇതാണ് ഇവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. എനിക്ക് പൊതുവെ തോന്നുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വളരെ പ്രമുഖരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു, പ്രതിഭാശാലി. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്തും മറ്റ് മേഖലകളിലുമെല്ലാം. നമ്മളുടെ ഇപ്പോഴത്തെ കേരളം എന്ന് പറഞ്ഞാൽ ഈ പിക്മി മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യരുടേതാണ് എന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് സുരേഷും പ്രേംകുമാറും ജയനും ഒക്കെ വിസ്മയങ്ങളായി മാറുന്നത്. കുറച്ചു മുമ്പ് ഐഷ പോറ്റിയുടെയും കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെയാണോ ഈ വിസ്മയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇവരൊക്കെയാണ് വിസ്മയങ്ങളെങ്കിൽ ഈ ഭീമൻ, രഘു, ജഗദീഷ് ഇവരെയൊക്കെ ഇനി ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് നിർത്തിക്കൂടെ കോൺഗ്രസിന്? തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യമാണല്ലോ. ഇവരെക്കാൾ വലിയ വിസ്മയങ്ങളായിരിക്കും. എന്താണ് ഈ ഇവർ വിസ്മയം കൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് കാമ്പില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പോറ്റി വന്നപ്പോ നമ്മള് ഭേദപ്പെട്ട ആളുകളുടെ ഒരു നിര ഇനി വരുന്നുണ്ടാവുന്നാണ് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ അസ്ഥാനത്തായി. കാരണം ഐഷ പറ്റിയേക്കാൾ താഴെയുള്ളതായ ജീവികളാണ് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ. മാത്രമല്ല, ഈ അച്യുതാനന്ദൻ്റെ PA CPI എന്നാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു കഴിഞ്ഞാൽ അച്യുതാനന്ദൻ്റെ ഒരു രാഷ്ട്രീയത്തെ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ടോ? അത് മാത്രമല്ല, അച്യുതാനന്ദനെ ശക്തമായിട്ട് എതിർത്തിരുന്നവരാണല്ലോ കോൺഗ്രസ്സുകാർ. സാക്ഷാൽ അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ തന്നെ പിയേഴ്സൺ ഉദ്ദേശിച്ച് ഷിഫ്റ്റ് നടക്കുമോ? ഇല്ലല്ലോ. ഇല്ല. അതെന്താ അവർക്ക് മനസ്സിലാവാത്തത്? അതാണുള്ള പ്രശ്നം. അച്യുതാനന്ദൻ്റെ ആ പൊളിറ്റിക്സ് എന്താണോ, ആ പൊളിറ്റിക്സ് അച്യുതാനന്ദൻ്റെ മകനിലൂടെ പോലും CPM പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വാംശീകരിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM ഇവരുടെ ഈ കോൺഗ്രസിൻ്റെ തന്നെ ഒരു പൊലിപ്പുമായിട്ടാണ് അത്തരം ചിന്തകളുമായിട്ട് നടക്കുന്നത്. എങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് അനുതാപം നേടാനായിട്ട് കഴിഞ്ഞേക്കാം
പക്ഷെ കോൺഗ്രസിൽ എന്ത് കാര്യം എന്നെനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ചിന്തകളെല്ലാം പോകുന്നതെന്ന് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണിശങ്കർ അയ്യരുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് CPM ആണെന്നാണ് പറഞ്ഞു വെച്ചത്. കാരണം ഈ പഞ്ചായത്ത് രാജ് സങ്കല്പങ്ങളെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രയോഗത്തിൽ വരുത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിയമപരമായ രീതിയിൽ അത് വികസിപ്പിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് വളരെ മെച്ചമായിട്ടുള്ള രീതിയിൽ നിർവഹിച്ച കർണാടകമാണ്. എന്നാൽ കർണാടകം ചെയ്തതുപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ അടുത്ത സർക്കാർ പിണറായി വിജയൻ്റേത് വരും അല്ലെങ്കിൽ വരണം എന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു വിവാദത്തിന് കാരണമായി തീർന്നിരുന്നത്. ഈ മണിശങ്കർ അയ്യർ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കാണാത്തത്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് മണിശങ്കർ അയ്യരെ കോൺഗ്രസ്സുകാരനായിട്ട് കാണാത്തത്? അങ്ങനത്തെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ടല്ലോ അല്ലേ? ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ഈ രണ്ടു കൂട്ടരും നിൽക്കുന്നു. കേരളത്തിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് അയാൾ കോൺഗ്രസ് അല്ല എന്നാണ്. കോൺഗ്രസ് അല്ല എന്ന് മാത്രമല്ല, അയാളുടെ തന്തക്കും തള്ളക്കും ഒക്കെ വിളിക്കുന്ന രീതിയിൽ വർത്തമാനങ്ങളൊക്കെ പോകും. രാഷ്ട്രീയത്തിൻ്റെ ഒരു വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ അവിടെ പ്രകടമാക്കപ്പെടുന്നു. ഞാൻ ചോദിച്ചത് ഈ മണിശങ്കർ അയ്യർ മറ്റേ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല, കുറെ കാലമായിട്ട് തന്നെ ഇഷ്ടമല്ല. പിന്നെ വിടുവായത്തൊക്കെ പറയുന്ന ആളാണ്. കാരണം മണിശങ്കർ അയ്യറും സുബ്രഹ്മണ്യൻ സ്വാമിയും ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. പക്ഷെ മണിശങ്കർ അയ്യര് പിണറായി വിജയൻ വീണ്ടും തിരിച്ചു വരും എന്ന് പറയുന്നതിൽ കാമ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുരേഷ്, പ്രേംകുമാർ, ജയൻ ചേർത്തല ഇങ്ങനത്തെ ആളുകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നതെങ്കിൽ രാവിലെ 4 മണിക്ക് തോറ്റുപോയില്ലേ? കോൺഗ്രസ് 2 അബദ്ധങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, കോൺഗ്രസിൽ ഉറച്ച് വിശ്വസിച്ച് കോൺഗ്രസിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നതായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തകരെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരമുള്ള കോലങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അവരെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ശ്രമിക്കുന്നത്. 2, അത്തരം സ്ഥാനാർത്ഥികൾ വരുന്നതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിനെ എന്ത് പുതിയ ഇമേജാണ് നിർമ്മിക്കാനായിട്ട് കഴിയുക? ഈ 2 വിഷയങ്ങളിലും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ല എങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഇടതുപക്ഷം തീരുമാനിച്ചാൽ ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും മേൽക്കൈയുണ്ടാവണം. അപ്പോൾ മണിശങ്കർ അയ്യർ പറയുന്നത് ശരിയാവും, വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്ന സാഹചര്യം വരും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പിണറായി വിജയനെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അദ്ദേഹം കാണിക്കുന്ന ഈ ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യം നിറഞ്ഞ, അതേപോലെ തന്നെ ഒരുപാട് വണ്ടികളുടെ അകമ്പടിയിലുള്ള ഘോഷയാത്ര നടത്തുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന, എന്നുവെച്ചാൽ വളരെ അഹങ്കാരം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു ശബ്ദമാണ്. ആ ശബ്ദത്തെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് പകരമായിട്ട് പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് പിണറായി വിജയനെ വെല്ലുന്നതാണ്. എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയും? ഈ രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം അത്ര സുഖകരമാകാൻ സാധ്യമില്ല എന്നാണ് തോന്നുന്നത്. അതായത് സ്ഥാനാർത്ഥികളെയും കൂടി നോക്കുമല്ലോ, നോക്കും. സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കേട്ടാൽ തന്നെ കൊള്ളാം, ജയിക്കും എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അങ്ങനത്തെ സ്ഥാനാർത്ഥികളല്ലല്ലോ ഈ വരുന്നത്. അല്ല, CPMന് തന്നെ വേണ്ടതായ ആളുകളൊക്കെയാണ് ഈ കയറി വരുന്നത്. അപ്പോൾ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഈ സച്ചിദാനന്ദന് വീണ്ടും കാലാവധി നീട്ടി കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നലെ ഒരു ഉത്തരവ് വഴി. സച്ചിദാനന്ദന് വേറൊരു താപ്പ്, എനിക്ക് വേറൊരു താപ്പ്, എന്തുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. പ്രേംകുമാർ വിചാരിക്കുന്നത് സച്ചിദാനന്ദനേക്കാൾ വലിയ ആളാണ് പ്രേംകുമാർ എന്നാണ് പ്രേംകുമാർ വിചാരിക്കുന്നത്. ആ രീതിയിലാണ് സംഭവം. പ്രേംകുമാർ തീർച്ചയായിട്ടും സച്ചിദാനന്ദനും പ്രേംകുമാറും തമ്മിലുള്ള അകലം എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരാളാണ്. അത് തിരിച്ചറിയാതെ ഇങ്ങനെ നമ്മളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. സച്ചിദാനന്ദൻ്റെ പൊസിഷനും പ്രേംകുമാറിൻ്റെ പൊസിഷൻ 2 ആണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്തായാലും. അത് പക്ഷേ പ്രേംകുമാർ തിരിച്ചറിയുന്നില്ല. പ്രേംകുമാറിനെ പറ്റിയൊരു അബദ്ധം, പ്രേംകുമാറിനെ ഈ CPMകാരെ എന്തുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയത്, അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അത് അന്നൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്നുള്ളത് അതെ, അത്രേ ഉള്ളൂ. രാജിവെച്ച് പോകുമ്പോൾ
തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. പിന്നെ അതിനൊരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് നേരത്തെ തന്നെ ഈ മറ്റേ ബീനയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ സിനിമ കൊണ്ടുവരാനും അതിനൊക്കെയുള്ള സെറ്റപ്പ് അക്കാദമിക്ക് നേരത്തെ ഉള്ളതാണ്. പ്രേംകുമാർ വിചാരിക്കുന്നത് പ്രേംകുമാർ ഉള്ളത് കൊണ്ട് അത്തവണത്തെ ചലച്ചിത്രമേള ഗംഭീരമായിട്ട് നടന്നുപോയി എന്നുള്ളതാണ്. ചെയർമാൻ ഇല്ലെങ്കിലും ആ ചലച്ചിത്രമേള അതിൻ്റെതായ ഒരു രീതിക്ക് അതിനൊരു സംവിധാനം ഉണ്ടല്ലോ, അതങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലും അതൊക്കെ അങ്ങനെ നടന്നു പൊക്കോളും. അപ്പൊ അത് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ CPM-ൽ നിന്ന് ഒരാൾ അകന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ സംരക്ഷിക്കും എന്ന് കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിയാക്കുക. അതിൻ്റെ ഒരു ചെറിയ വളരെ ലളിതമായൊരു മീനിങ് ഇതാണ്. ഈ CPM-ന്റെ ഡസ്റ്റ്ബിന്നിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന സാധനങ്ങൾ പെറുക്കാൻ നടക്കുന്നവരാണോ കോൺഗ്രസ്സുകാർ എന്ന ചോദ്യമാണ് അതിൻ്റെ മുന്നിൽ വരുന്നത്. അതായത് വലിയൊരു ചവറ്റുകൊട്ടയും വെച്ചിരിക്കുകയാണ് ഈ കോൺഗ്രസ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.